രാത്രിയാണ് അഞ്ജലി ആ സത്യം മനസ്സിലാക്കിയത്. തന്റെ ഭർത്താവ് ഒരു പുരുഷനല്ല. അഞ്ജലിയുടെയും ആനന്ദിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ ആനന്ദിന്റെ പെരുമാറ്റം അവളെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. ആദ്യ രാത്രി തനിക്ക് ഉണ്ടായിരുന്ന ടെൻഷനേക്കാൾ ടെൻഷനും പേടിയും വിറയലും ആനന്ദിനായിരുന്നു. കല്യാണത്തിരക്കിന്റെ ക്ഷീണം കാരണം അന്ന് അഞ്ജലിയും ആനന്ദും പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അന്ന് രാത്രി അഞ്ജലി റൂമിലെത്തിയപ്പോൾ ആനന്ദ് എന്തോ ആലോചിച്ചിരിക്കുവായിരുന്നു. എന്താ ആനന്ദ് ആലോചിക്കുന്നത്? ഞാൻ വന്നത് അറിഞ്ഞതുപോലുമില്ല. അത് പിന്നെ അവനൊന്ന് പതറി. അഞ്ജലി അവന്റെ അടുത്തിരുന്ന് കയ്യിൽ പിടിച്ചു. ഷോക്കടിച്ച പോലെ ആനന്ദ് പെട്ടെന്ന് കൈ പിൻവലിച്ചു. അഞ്ജലി ഞെട്ടിപ്പോയി. എന്തു പറ്റി ആനന്ദ്? എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? അവന് സത്യം മറച്ചു വയ്ക്കാൻ തോന്നിയില്ല. സത്യം അഞ്ജലി അറിയണം. താൻ കാരണം അവളുടെ ജീവിതം തകരാൻ പാടില്ല. ആനന്ദ് പതുക്കെ എഴുന്നേറ്റ് അലമാര തുറന്നു. അതിൽ ഒരു രഹസ്യ അറയുണ്ടായിരുന്നു. അത് തുറന്ന് അവൻ കുറെ ആഭരണങ്ങളും സാരിയും പൊട്ടും അങ്ങനെ ഒരു പെൺകുട്ടികൾ ഉപയോഗിക്കുന്നതെല്ലാം അതിലുണ്ടായിരുന്നു. അഞ്ജലി, ഇത് കണ്ടോ? ഇതെല്ലാം എന്റെയാണ്, എന്റെ സ്വപ്നങ്ങളാണ് ഞാൻ ഇവിടെ അടിച്ചു മൂടി വെച്ചിരിക്കുന്നത്. അത് കേട്ടതും അഞ്ജലി ഞെട്ടിപ്പോയി. ആനന്ദ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അഞ്ജലി, എന്റെ മനസ്സ് ഒരു സ്ത്രീയുടേതാണ്. ശരീരം മാത്രമേ പുരുഷന്റേതായിട്ടുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെ പോലെ ഒരു പെണ്ണായി ജീവിക്കാനാണ്. അഞ്ജലി, എന്നോട് ക്ഷമിക്കൂ. ഈ വിവാഹം ഞാൻ ഒട്ടും ആഗ്രഹിച്ചു നടന്നതല്ല. എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നാൽ എല്ലാം ശരിയാവുമെന്ന്. പക്ഷേ എനിക്ക് നിന്നെ കാണുമ്പോൾ ഒരു സഹോദരിയോടുള്ള സ്നേഹമാണ് തോന്നുന്നത്. അത് കേട്ടപ്പോൾ അഞ്ജലിക്ക് എന്തോ ഒരു അനുകമ്പ തോന്നി. അങ്ങനെ അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ അല്ലാതെ നല്ല സുഹൃത്തുക്കളായി ജീവിച്ചു. ഒരു ദിവസം അവൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോകുന്നു. അവൾ ചോദിച്ചു, എവിടെ? എനിക്ക് എന്നെ സ്വീകരിക്കുന്നിടത്തേക്ക്. അങ്ങനെ അവർ വിവാഹമോചനത്തിന് ഒരുങ്ങി. കോടതിയിൽ ജഡ്ജി ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ വേർപിരിയുന്നു? ആനന്ദും അഞ്ജലിയും സത്യം തുറന്നു പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും വിവാഹമോചിതരായി. അഞ്ജലിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ആനന്ദ് തന്റെ പുതിയ ജീവിതയാത്ര തുടങ്ങി.